ദേശീയപാത നിർമ്മാണത്തിനിടെ 2 തൂണുകൾ താഴ്ന്ന മൂത്തകുന്നം VP തുരുത്ത് പാലത്തിൽ ഭാഗികമായ പൊളിച്ചുപണി വേണ്ടി വന്നേക്കും. ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ P. പ്രദീപിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. തൂണുകൾ ഉയർത്തണമെങ്കിൽ പാലത്തിൽ ഭാഗികമായ പൊളിച്ചുപണി നടത്തേണ്ടി വരുമെന്നാണ് സംഘം അഭിപ്രായപ്പെട്ടത്. മൂത്തകുന്നം VP തുരുത്ത് പാലത്തിന്റെ 7ാം പില്ലറിനെ താങ്ങി നിർത്തുന്ന 2 തൂണുകളാണ് താഴേക്ക് ഇരുന്നുപോയത്. തൂണുകൾ താഴ്ന്ന ഭാഗത്തും പാലത്തിന്റെ മുകളിലും പരിശോധിച്ചു. തൂണുകൾ താഴ്ന്നതല്ലാതെ ഘടനാപരമായ മറ്റു പ്രശ്നങ്ങളൊന്നും പാലത്തിൽ കണ്ടെത്തിയിട്ടില്ല. ഈ ഭാഗത്ത് പാലത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഭാരമുള്ള സ്റ്റീൽ ഗർഡറുകളും മറ്റും നീക്കിയാൽ മാത്രമേ തൂണുകൾ ഉയർത്താനാകൂ. എന്നാൽ എന്തു പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. താഴാനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താനും സ്വീകരിക്കേണ്ട തുടർ നടപടികൾ തീരുമാനിക്കാനും വിദഗ്ധരായ കൂടുതൽ പേരുടെ സംഘം ഇനിയും പരിശോധന നടത്തുമെന്ന് പ്രോജക്ട് ഡയറക്ടർ പറഞ്ഞു. തൂണുകൾ എവിടെ വരെ താഴ്ന്നിട്ടുണ്ടെന്നും ഏതെങ്കിലും പാറയിൽ തങ്ങി നിൽക്കുകയാണോ എന്നും പരിശോധിക്കും. ഏകദേശം 500 മില്ലിമീറ്റർ വരെ തൂണുകൾ താഴ്ന്നതായി ദേശീയപാത അതോറിറ്റി സ്ഥിരീകരിച്ചിരുന്നു. പരിശോധനയും തുടർ പ്രവൃത്തികളും കരാർ കമ്പനിയുടെ ചെലവിലും ഉത്തരവാദിത്വത്തിലുമാണ് നടത്തുക. ഡൽഹി കേന്ദ്രമായ കമ്പനിയാണ് ഇടപ്പള്ളി മൂത്തകുന്നം റീച്ചിൽ നിർമ്മാണം നടത്തുന്നത്. പൈലിംഗിൽ വന്ന അപാകതയാണ് താഴ്ചയുടെ കാരണമെന്നാണ് കരാർ കമ്പനി അധികൃതർ പറയുന്നത്. ആലുവയിലെ ഒരു സ്ഥാപനമാണ് ഉപകരാറെടുത്ത് പൈലിംഗ് നടത്തിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.